ഹലോ! നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിന്റെ പുതിയ വിശേഷം കണ്ടാലോ? അങ്ങനെ നമ്മളെ സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ടുള്ള കല്യാണാലോചനയുടെ തിരക്കിലാണല്ലോ ഇപ്പോൾ. അങ്ങനെ മാട്രിമോണിന്ന് ഒരു കല്യാണമൊക്കെ ഏകദേശം ഒന്ന് അവർ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ വിളിക്കുന്ന ഒരു തിരക്കിലാണ് നമ്മളെ നിധിയും അനിയന്മാരും. പക്ഷെ ആര് വിളിക്കുന്നുള്ള ഒരു സംശയത്തിലാണ്. സുധീഷ് വിളിക്കാന്ന് ചാടിക്കേറി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നിധി പറയുന്നുണ്ട് സുധീഷ് വിളിച്ചാൽ എങ്ങനെയിരിക്കും, കുറച്ച് കാര്യങ്ങളൊക്കെ പൊക്കിയടിച്ച് പറയാൻ, അത് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ നിധിയാണെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് സുധീഷ് വിളിച്ച് ഇങ്ങനെയൊക്കെയാണ് പറയാന്ന്. അപ്പം നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, ഇയാളോട് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് എല്ലാവരോടും ഞാൻ അങ്ങനെ പറയുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇയാൾ എങ്ങനെയാണ് വിളിക്കാന്നൊന്ന് കാണിച്ചതാന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് പറയാന്ന്. അപ്പോഴും സുധീഷ് കുറച്ച് ഓവറാക്കിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതൊന്ന് നിർത്തുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹരീഷ് ആണെങ്കിൽ കളിയാക്കി പറയുന്നുണ്ട്, ഓ തള്ളു മാറ്റി ഇപ്പോൾ ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹരീഷിനെ കൊണ്ട് വിളിപ്പിക്കാനാണ് പിന്നെ നിധിയുടെ പ്ലാനിങ്. അപ്പോൾ നീ വിളിച്ചോ, നീ ആകുമ്പോൾ കുറച്ച് മെച്യൂരിറ്റിയും സിൻസിയാരിറ്റിയും ഉണ്ടാവും, അതാണ് വേണ്ടത്. ഇയാൾ വിളിച്ചാൽ അത് രണ്ടും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സുധീഷിനെ ഒന്ന് താഴ്ത്തി കെട്ടുന്നുണ്ട്. ഹരീഷ് അണ്ണൻ പറയുന്നുണ്ട്, വേണ്ട, വീട്ടിലെ മൂത്ത ആൾക്ക് വേണ്ടിയിട്ട് അനിയൻ ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. അപ്പം നമ്മുടെ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, ശരിക്കും അച്ഛനെ കൊണ്ടാണ് വിളിപ്പിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ നികേഷ് പറയുന്നുണ്ട്, അതോടുകൂടി ആ ബന്ധം തകർന്നു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നുമില്ല, അച്ഛന് പറഞ്ഞു കൊടുത്താൽ മതി എങ്ങനെ വിളിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പം നിധിയെ കൊണ്ടാണ് അവർ വിളിപ്പിക്കുന്നത്. നിധി നീ വിളിച്ച ആദ്യം കാര്യം പറയും, എന്നിട്ട് ബാക്കി കാര്യം ആലോചിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം നിധി പറയാണ്, തൽക്കാലം ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിധി ആ കുട്ടിയുടെ അച്ഛനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എന്താ അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പുറത്ത് പോയിരിക്കുകയാണ്, വന്നിട്ട് വിളിക്കാമെന്ന് പറയുന്നുണ്ട്. നല്ലൊരു ദിവസം നോക്കി നമുക്ക് കാര്യങ്ങളൊക്കെ ആലോചിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വിളിക്കുന്നതിനിടയിൽ നിങ്ങൾ ആരാ സംസാരിക്കുന്നതെന്ന് ആ കുട്ടിയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ ഒരു നിമിഷം പതറിയിട്ടാണെങ്കിലും നമ്മളെ നിധി പറയുന്നുണ്ട്, ഞാൻ സുഭാഷിൻ്റെ അനിയൻ്റെ വൈഫാണെന്ന്. ഇത് കേൾക്കുന്നതോടുകൂടി നമ്മളെ സുധീഷ് അവിടെ കിടന്ന് സന്തോഷം കൊണ്ട് പുളകിതയാവുന്നുണ്ട്. കാരണം വേറൊന്നല്ലല്ലോ, സുധീഷ് ഇങ്ങനെ ഒരു വാക്കൊക്കെ നിധിയുടെ വായിന്ന് കേൾക്കാൻ ഒരുപാട് നാളായിട്ട് കൊതിക്കുന്ന കാര്യമാണ്. അങ്ങനെ കേൾക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അച്ഛൻ, അതുപോലെ തന്നെ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലെ ബന്ധങ്ങളൊക്കെ നിധി അംഗീകരിച്ചു തുടങ്ങിയെന്ന് കൂടി സുധീഷിന് മനസ്സിലാവുമ്പോൾ കുറച്ചും കൂടി നിധിയായിട്ടുള്ള റിലേഷൻ്റെ പ്രതീക്ഷ കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അച്ഛൻ വന്നിട്ട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് ഇവർ നിൽക്കുകയാണ്. അച്ഛൻ വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞതെന്ന്. അപ്പോൾ നമ്മളെ സുഭാഷ് ചേട്ടൻ ഉണ്ട് കയറി വരുന്നുണ്ട്. ഇവരുടെ സംസാരത്തിനിടയിലാണ് സുഭാഷ് ചേട്ടൻ ഉണ്ട് കയറി വരുന്നത്. സുഭാഷ് ചേട്ടൻ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ എന്താ നിങ്ങൾ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവരെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് നിന്ന് കാര്യം ഒളിച്ചു വെക്കുന്നുണ്ട്. ഇനി സുഭാഷ് ചേട്ടൻ എങ്ങാനും സമ്മതിക്കാതിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. എന്തായാലും സുഭാഷ് ചേട്ടൻ ഇവർ പറയാതിരുന്നപ്പോൾ നേരെ പണിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അച്ഛൻ്റെ അടുത്ത് ഇവർ വന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളെ സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ അവരായിട്ടൊന്ന് സംസാരിക്കണമെന്ന് നമ്മളെ നിധി പറയാണ്. അപ്പോൾ അച്ഛനാണെങ്കിൽ പറയാണ്, പെണ്ണിനെയും കണ്ടു കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് ബാക്കി കാര്യം ഞാൻ എന്തിനാ ചോദിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സുധീഷൊക്കെ പറയുന്നുണ്ട്, ഇങ്ങേരോട് ചോദിച്ച് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, വേണ്ടാന്നൊക്കെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ നിധിയാണെങ്കിൽ ഇവരോടൊക്കെ മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. ഇവർ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി സംസാരിച്ചിട്ട് ഞാൻ സംസാരിച്ചുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ, മര്യാദ രീതിയിൽ നമ്മളെ നിധി എന്തായാലും അച്ഛനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛൻ എന്തായാലും നിധി പറയുമ്പോൾ അനുസരിക്കുന്നുണ്ട്. മക്കളോട് പെരുമാറുന്ന പോലെയല്ല എന്തായാലും നിധിയോട് പെരുമാറുന്നത്. നല്ല രീതിയിൽ തന്നെയാണ് അവൾ പറയുന്നതൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവസാനം അച്ഛൻ സംസാരിച്ചോളാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നമ്മളെ നിധിയാണെങ്കിൽ അച്ഛൻ എങ്ങനെ സംസാരിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനാണെങ്കിൽ പറയുന്നുണ്ട്, ഇത് മോണാക്ട് ഒന്നും അല്ലല്ലോ, റിഹേഴ്സൽ ചെയ്ത് കാണിച്ചത്, എന്നാലും പറ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അച്ഛൻ സംസാരിക്കുന്ന പോലെ കാണിച്ചു തന്നപ്പോൾ ആദ്യം ഇവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അങ്ങേര് കുറച്ച് ഹാർഡായിട്ട് സംസാരിക്കുന്ന പോലെയാണ് തോന്നിയത്. അപ്പോൾ കുറച്ചുകൂടെ മര്യാദയ്ക്ക് ആവാന്നൊക്കെ പറയുന്നുണ്ട് ഇവർ. അപ്പോൾ ഇതിലെന്താ മര്യാദക്കേട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവസാനം നമ്മളെ നികേഷിനോട് നിധി പോയിട്ട് ആ സോഫയിൽ ഇരിക്കുക, നീയാണ് അവിടുത്തെ അച്ഛൻ, ഞാൻ കാണിച്ചു തരാം എങ്ങനെ വിളിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നികേഷിനോട് അവിടെ പോയി ഇരിക്കാൻ പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു റിഹേഴ്സൽ പോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അച്ഛൻ കേൾക്കാൻ വേണ്ടി. അങ്ങനെ നമ്മളെ നികേഷ് പോയിട്ട് സോഫയിൽ പോയിരുന്നിട്ട് കാൽമേൽ കാലൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമ്മളെ ഭാസ്കരനച്ഛന് ചിരി വന്നിട്ട് സഹിക്കാൻ വയ്യ. അദ്ദേഹം അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മളെ നിധിക്ക് ദേഷ്യം വരികയാണ്. നിധി പറയുകയാണ്, ഈ വീട്ടിൽ ആരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്നായോ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പണി നിർത്തി പോവാന്ന് പറയണേ. അപ്പോൾ ഭാസ്കരനച്ഛൻ ഇല്ല ഇനി ഞാൻ മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിക്കുകയാണ്. അങ്ങനെ നമ്മളെ നിധി പറഞ്ഞ് കൊടുക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് വിളിക്കേണ്ടതെന്നൊക്കെ, ഇങ്ങനെ റിഹേഴ്സൽ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ഭാസ്കരനച്ഛന് അവരെ വിളിക്കുകയാണ്. വിളിക്കുന്നതിന് മുന്നേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ ട്യൂഷൻ തരേണ്ട ആവശ്യമില്ല, എനിക്ക് എല്ലാം അറിയാമെന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇവർക്കൊരു പേടി, ഇത് വിളിച്ച് കുളമാക്കുമെന്ന്. അങ്ങനെ അച്ഛൻ അവരെ വിളിക്കുകയാണ്. അങ്ങനെ നമ്മളെ നിധി സംസാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് വളരെ മര്യാദയോട് കൂടിയിട്ട് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവരും പറഞ്ഞു കേട്ടോ, തങ്കപ്പെട്ട മനുഷ്യന്ന്. കാരണം അച്ഛൻ്റെ സംസാരം അവർക്കും ഇഷ്ടമായി. എന്തായാലും നമ്മളെ നിധിയും എല്ലാവരും ആ ഭാസ്കരനച്ഛൻ്റെ ഈ കോളിങ് കേട്ടിട്ട് ക്ലാപ്പൊക്കെ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ട്യൂഷൻ തരേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ നമ്മളെ നിധി പറഞ്ഞ് അച്ഛനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്.
എന്തായാലും നാളെ തന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് പെണ്ണ് കാണാൻ പോവാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളെ സുഭാഷ് ചേട്ടനും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ട്ടോ. ഇനി എന്തൊക്കെയാ സുഭാഷ് ചേട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പോകുന്നത് നമുക്ക് കാണാം. അങ്ങനെ നമ്മളെ സുഭാഷ് ചേട്ടൻ രാത്രി വരുമ്പോൾ ഇവര് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ സുഭാഷ് ചേട്ടൻ ആദ്യം ഇതിനെ എതിർക്കും. എന്തിനാ ഇങ്ങനെ, ഇതൊന്നും വേണ്ട, മാട്രിമോണിത്തെ ഈ കാര്യമൊന്നും ശരിയാവില്ല എന്നൊക്കെ പറയണം. അപ്പോൾ നമ്മളെ സുധീഷ് പറയണം, ആദ്യമായിട്ടൊന്നല്ല പെണ്ണ് കാണാൻ പോകുന്നത്, ഇതിനു മുൻപും കണ്ടിട്ടില്ലേ, പിന്നെ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ്റെ മനസ്സിൽ എന്തായാലും ഇപ്പോഴും സുനന്ദയാണ്. സുഭാഷ് ചേട്ടൻ ഇരുന്ന് ആലോചിക്കുകയാണ്. എന്തായാലും ആ കാര്യം തന്നെയായിരിക്കും. സുഭാഷ് ചേട്ടൻ എന്തായാലും ഇതിൽ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. നിധി പറയുന്നുണ്ട്, അവരെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, എന്താണ് നാളെ വരാമെന്ന് പറഞ്ഞതാണ്, അവർ കാത്തിരിക്കും എന്നൊക്കെ പറഞ്ഞാണ്. അങ്ങനെ നമ്മൾ ഹരീഷ് ആണെങ്കിലും സുധീഷ് ആണെങ്കിലും നികേഷ് ആണെങ്കിലും എല്ലാവരും നമ്മളെ സുഭാഷ് ചേട്ടനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഭാഷ് ചേട്ടാ പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. നിധി ആണെങ്കിൽ പറയുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് പോയി കണ്ടു നോക്കുന്നതിൽ എന്താ പ്രശ്നം, ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട, ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ട, സുഭാഷ് ചേട്ടന് ഇഷ്ടമാണെങ്കിൽ മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്ന് സമ്മതിക്കുന്നൊക്കെ നമ്മളെ ഹരീഷും നികേഷും വന്നിട്ട് നന്നായിട്ട് താഴ്മയോട് കൂടി പറയുന്നുണ്ട്. അവസാനം നമ്മളെ സുഭാഷ് ചേട്ടൻ സമ്മതിക്കുകയാണ്, നിങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തതല്ലേ എന്നൊക്കെ പറയുന്നു. അങ്ങനെ പുറത്തുനിന്ന് നമ്മളെ ഭാസ്കരനച്ഛൻ ഇതൊക്കെ കേട്ട് സന്തോഷിക്കുന്നുണ്ട്. എന്തായാലും അങ്ങേര് നല്ലൊരു അച്ഛൻ തന്നെയാണ്. കാരണം മക്കളുടെ ഈ തീരുമാനത്തിലും അതുപോലെ തന്നെ നിധി കടന്നു വന്നതിന് ശേഷമുള്ള വീട്ടിലെ മാറ്റങ്ങളെയും എല്ലാം അദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞു. എന്തായാലും അദ്ദേഹം ഇപ്പം നിധിയുടെ വാക്കുകളൊക്കെ കേട്ട് നിൽക്കുന്ന ഒരു അച്ഛനായിട്ട് മാറുന്നുണ്ട്. കാരണം നിധി എന്തായാലും നല്ല കാര്യങ്ങളെ വീട്ടിൽ പറയുന്നുള്ളൂ. അപ്പം അത് കേട്ട് നിൽക്കാനുള്ളൊരു മനസ്സ് എന്തായാലും ഭാസ്കരനച്ഛൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അവരെല്ലാവരും പെണ്ണ് കാണാൻ പോകുന്ന തയ്യാറെടുപ്പിലാണ്. എല്ലാവരും വലിയ ഒരുക്കത്തിലാണ്. ഭാസ്കരനച്ഛനൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. എന്തായാലും ഏട്ടൻ്റെ പെണ്ണ് കാണാനില്ല, അനിയന്മാർ മോശമാവരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കും നികേഷും ഹരീഷും സുധീഷൊക്കെ നല്ല ശാന്തത്തോടു കൂടി തന്നെയാണ് പുറപ്പെട്ട് വന്നിട്ടുള്ളത്. എന്തായാലും നമ്മളെ നിധി എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞു. അവളൊരു സാരി കൊടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ സുധീഷിന് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആവുകയാണ്. സുധീഷ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവളുടെ സൗന്ദര്യത്തിൻ്റെ മുകളിൽ. നികേഷും എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. അത്രയും ഭംഗി ഉണ്ടായിരുന്നു നമ്മളെ നിധി സാരി എടുത്ത് ഒരുങ്ങി വന്നപ്പോൾ. കണ്ടിട്ട് സഹിക്കാൻ വയ്യായിട്ട് നമ്മളെ സുധീഷാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിധി സാരിയിൽ നല്ല ഭംഗിയുണ്ട് ട്ടോ കാണാമെന്ന്. അപ്പം അതിനെന്ത് വേണമെന്ന് നമ്മളെ നിധി തിരിച്ച് ചോദിക്കുമ്പോൾ നമ്മളെ സുധീഷ് എന്തോ ചമ്മി പോകുക കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മളെ നികേഷ് ഒന്ന് കോളടിക്കുന്നുണ്ട്. ഏട്ടത്തി സാരി എടുത്തിട്ട് നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ഓ താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സുധീഷ് മനസ്സിൽ വിചാരിക്കും, എന്തോ അവന് മാത്രം ഒരു താങ്ക്സ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി പെണ്ണ് കാണാൻ വേണ്ടി പോവാണ്. അവിടെ എത്തി രണ്ട് വീട്ടുകാരും പരസ്പരം സംസാരിക്കുന്നു. അവിടെ എത്തിയിട്ട് നിധി ആട്ടോ അച്ഛനോട് പറയുന്നത്, അച്ഛൻ സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ ചോദിക്കുക, നമ്മളെ കാര്യങ്ങൾ പറയുന്നൊക്കെ നിധി പറഞ്ഞു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഭാസ്കരനച്ഛൻ ചോദിക്കുകയാണ്, അവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഇപ്പോൾ അനിയൻ്റെ വൈഫാണ് നിധി എന്ന് പറയുമ്പോൾ, അപ്പോൾ ഏട്ടൻ്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് അനിയൻ്റെ കല്യാണം കഴിഞ്ഞു, അതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒരു നിമിഷം എല്ലാവരും പതറും കേട്ടോ. അപ്പോൾ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു, അപ്പോൾ വീട്ടിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നേരത്തെ കഴിഞ്ഞു എന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ പെണ്ണ് വന്ന് സുഭാഷ് ചേട്ടന് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും നിധിയെ പോലെ ആ പെൺകുട്ടിയും അതീവ സുന്ദരിയൊക്കെയാണ് കേട്ടോ. പക്ഷെ സുഭാഷ് ചേട്ടൻ്റെ മുഖത്ത് ഒരു ചിരിയോ സന്തോഷമോ ഒന്നും കാണുന്നില്ല. എന്തായാലും സുഭാഷ് ചേട്ടൻ ഇപ്പോഴും സുനന്ദയോടുള്ള ആ ഒരു സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് സന്തോഷം പ്രകടിപ്പിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം അത് തന്നെയായിരിക്കും. പെൺകുട്ടിയെ കണ്ടപ്പോൾ എല്ലാവരുടെയും മുഖത്തും സന്തോഷമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെണ്ണ് കാണലൊക്കെ എത്തിയ സ്ഥിതിക്ക് ഈ കല്യാണം നടക്കുമോ ഇല്ലയെന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് എന്തായാലും കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.